ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇന്ന് എനിക്കൊരു ഓഫുള്ള ദിവസമാണ്. അന്നേരം ഞങ്ങളൊന്ന് പുറത്തൊരു കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയൊക്കെ പോകാൻ തുടങ്ങുകയാണ്. അപ്പം ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗായാലോ? കമോൺ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നിവിടെ നല്ല ചൂടുള്ളൊരു ദിവസമാണ്. ടെമ്പറേച്ചർ ഒരു 34-36 ഒക്കെ ഉണ്ട്. അപ്പം പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും നമ്മുടെ സേഫ്റ്റിയെ നമ്മൾ എൻഷുർ ചെയ്യണം. സൺഗ്ലാസ്, സൺസ്ക്രീൻ, പിന്നെ ക്യാപ്പൊക്കെ വെക്കാമെങ്കിൽ ക്യാപ്പൊക്കെ വെച്ചൊക്കെയാണ് ഇവിടെ എല്ലാവരും പുറത്ത് പോകുന്നത്. അതുകൊണ്ട് ജാടയ്ക്ക് വെച്ച കണ്ണാടിയൊന്നും അല്ല, നല്ല ചൂടാണ്. വണ്ടിയിൽ പോകുമ്പോൾ കണ്ണിലോട്ടാണ് വെയിലടിക്കുന്നത്. അതുകൊണ്ടൊക്കെ ഉള്ളൊരു പ്രൊട്ടക്ഷൻ വേണ്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഓഫുള്ള ദിവസമാണ്. ഞാൻ ജോലിയൊക്കെ സ്റ്റാർട്ടായി. 8.5 hour ഷിഫ്റ്റാണ്. കംഫർട്ടബിളാണ്. UK വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒത്തിരി റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലോങ് 12 hours 13 hour ഷിഫ്റ്റൊക്കെയാണ് UK നമ്മൾ ആകെ ടയേർഡാവും വീട്ടിൽ വരുമ്പോൾ. ഇതാകുമ്പം നമ്മൾ ഇച്ചിരി റിലാക്സ്ഡ് ആണ്. വീട്ടിൽ വന്ന് ഫാമിലിയോടെ സ്പെൻഡ് ചെയ്യാനും കുറച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ട്. അതുതന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഡ്യൂട്ടി വൈസ് ഞാൻ വേറൊരു വ്ളോഗ് ചെയ്യാം, എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ നഴ്സിംഗ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും. താമസിയാതെ തന്നെ ഞാനതിടാം. എനിവേ, ഇന്ന് നല്ലൊരു ഷോപ്പിംഗ് ഡേ ആണ്. എന്തൊക്കെയാണ്, ഇന്ത്യൻ കടയിൽ പോകണം. വീട്ടിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ തീരാറൊക്കെയായി, അത് വാങ്ങണം. പിന്നെ ഞാൻ നല്ല കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഷോപ്പിങ്, അവർക്ക് അത്യാവശ്യമുള്ള ബുക്സും പിന്നെ യൂണിഫോമും ഒക്കെ വാങ്ങിച്ചു. എന്നാലും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ ഒന്ന് വാങ്ങാനുണ്ട്. കാര്യം ലാസ്റ്റ് മിനിറ്റാണ് അവർ അഡ്മിഷൻ ആയത്. ഞങ്ങളിവിടെ വന്നിട്ട് അധികം ആയില്ല. അതുകൊണ്ട് അഡ്മിഷൻ സ്കൂൾ ഓപ്പൺ ആകുന്നതിൻ്റെ തലേദിവസമാണ് അഡ്മിഷൻ ഫൈനലൈസ് ആയത്. അപ്പം നമുക്ക് ഏത് സ്കൂളിലാണോ അവർ പോകുന്നത് അതിനനുസരിച്ച് വേണം അവരുടെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി കൊടുക്കാനായിട്ട്. അപ്പം ഒരു ലാസ്റ്റ് മിനിറ്റ് ഹറി ഷോപ്പിംഗ് ആയിരുന്നു അവർക്ക് വേണ്ടി ചെയ്തത്. അപ്പം ഞാനില്ലായിരുന്നു, അച്ഛൻ ഹസ്ബൻഡ് തന്നെയാണ് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ മിസ്സൗട്ടായി. അതിന്ന് ഞങ്ങൾ ബാക്കി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഓരോ സാധനങ്ങളുടെ വില എങ്ങനെയാണെന്ന്. UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര വിലയാണ് സാധനങ്ങൾക്കൊക്കെ. തിരിച്ചു പോയാലോ എന്ന് വരെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷേ വേറെ കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ UK ബെറ്ററാണ് ഓസ്ട്രേലിയ. എനിവേ, അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ ഇന്ത്യൻ കട. ഇവിടെ കണ്ടോ, നമ്മുടെ മട്ട റൈസ്, ഒത്തിരി ചോറൊക്കെ അരിയൊക്കെ ഇരിപ്പുണ്ട്. നല്ല ഏഞ്ചൽസിൻ്റെയും മയിലിൻ്റെയും ഡബിൾ ഹൗസിൻ്റെയും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മിക്സ്ചർ, ഉപ്പേരി ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. എണ്ണയുണ്ട്, സോപ്പ്, എന്തൊക്കെയാണോ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ഉണ്ടോ അതുപോലൊക്കെ ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ടൊമാറ്റോ മുറുക്കിരിപ്പുണ്ട് ഇവിടെ. സോ പിന്നെ നമ്മുടെ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്, കട്ട ചിപ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ചായപ്പൊടികൾ, അതുപോലെ തന്നെ ഫ്രോസൺ വട്ടയപ്പം, കുമ്പളപ്പം, എന്തൊക്കെ വേണം, ബോണ്ട വേണോ, എല്ലാം ഇവിടെയും കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റ് ഒന്നും കിട്ടില്ലേ പോലും നമുക്ക് കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല. പൊറോട്ട, ചപ്പാത്തി, ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങാപ്പീര, പിന്നെ അവിയലിൻ്റെ പീസ്, സാമ്പാറിൻ്റേത്, കൊച്ചുള്ളി ഫ്രോസന്, വെളുത്തുള്ളി, വെണ്ടയ്ക്ക എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാട്ടിലും കിട്ടുന്ന സാധനങ്ങൾ ഇവിടെയും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും കിട്ടില്ല എന്നാരും വിചാരിക്കുകയൊന്നും വേണ്ട. കണ്ടോ, നമ്മുടെ ഉഴുന്ന്, പരിപ്പ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. സാമ്പാർ വേണോ, ദോശയ്ക്ക് വേണോ, എന്തിനും നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ്ട് അത് നമ്മുടെ ലില്ലിയുടെ അരിയാണ്. പിന്നെ ഇതാണ്ട് ഇതിൻ്റെ പേരെന്താ, റാഗി, നമ്മുടെ പഞ്ഞിപ്പുല്ല്, അരിയുണ്ട്, പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കണ്ടോ, നമ്മൾ നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ നാട്ടിലെ സാധനങ്ങളെല്ലാം, പാത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇച്ചിരി റേറ്റ് കൂടുതലാണെങ്കിൽ പോലും. എന്തുകൊണ്ട് വാട്ടുകപ്പ, കൊപ്ര തേങ്ങ, നല്ല ചുട്ടരച്ച് സമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റ് സാധനം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ സന്തോഷത്താലെ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടുന്ന് വാങ്ങിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ത്യൻ കടയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ അരി വാങ്ങിക്കണമായിരുന്നു, പച്ചരി, ഉഴുന്ന്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എത്രയായി ടോട്ടൽ നമ്മളോട് വാങ്ങിച്ചപ്പോൾ? ഓക്കെ, 80. ഓക്കെ, അപ്പോൾ നമുക്കൊരു അത്യാവശ്യം കുറച്ച് വീട്ടിലുള്ള ബേസിക് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ $80. നമ്മൾ UK ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ? കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഐറ്റംസിന് UK ബെറ്ററാണ്.
പോവുകയാണെങ്കിൽ ഓരോ പാക്കറ്റിന് $3 അടുത്ത് $2.99 ഒക്കെ ആയിരുന്നു ആ ടൈമിൽ. അതിൻ്റെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറവാണ്. പക്ഷേ വേറെ ഗ്രോസ് ഇപ്പം നമ്മൾ കെമാർട്ടിലോ അല്ലെങ്കിൽ വൂൾസ്വർത്തിലോ അവിടെയൊക്കെ പോകുകയാണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾക്കെല്ലാം നല്ല റേറ്റാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ഇന്ത്യൻ സാധനങ്ങൾ ഇച്ചിരി ചീപ്പാണ്. ചീപ്പെന്നല്ല, കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. പക്ഷേ അല്ലാത്ത സാധനങ്ങൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സവോള, പച്ചക്കറികളൊക്കെ നമ്മൾ ഓസ്ട്രേലിയൻ കടകളിൽ പോയി ഇവിടുത്തെ വൂൾസ്വർത്ത്, ആൽഡി ഉണ്ട് ഇവിടെ, നമ്മുടെ UK പോലെ തന്നെ ആൽഡി ഉണ്ട്. അങ്ങനെയുള്ള കടകളിലൊക്കെ പോയി എടുക്കുമ്പോൾ UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിൽ ഇച്ചിരി റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി അടുത്തത് കെമാർട്ടിലോട്ട് പോവുകയാണ്. ഇപ്പം കുഞ്ഞുങ്ങളുടെ യൂണിഫോമിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഇനി അവിടെ വെച്ച് നമുക്ക് ബാക്കി കഥകൾ പറയാം. അപ്പോൾ നമ്മൾ വൂൾസ്വർത്തിലെത്തി. ഇതേ ഞാൻ ജസ്റ്റ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ കൂടെ ഒക്കെ പോയി. വിൻ്റർ കളക്ഷൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് പതുക്കെ ചേഞ്ച് ആയപ്പോഴത്തേക്ക് തന്നെ വിൻ്റർ കളക്ഷൻസ് എത്തി. റേറ്റൊക്കെ ഇച്ചിരി കുറവാണ്. ഞാനപ്പോൾ ഒന്ന് ഓടിച്ചു ഐറ്റംസ് കണ്ടാലും ഒരു വികാരമാണല്ലോ. അതങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് നമ്മുടെ വീഡിയോ എടുക്കാനുള്ള പറ്റിയൊരു സാധനം കണ്ടത്. ഞാൻ ഓർത്തു അതും അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സ് സെലക്ട് ചെയ്യാനായിട്ട് പോയി. ഒന്നും അങ്ങോട്ട് കണ്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളൊക്കെ എംപ്റ്റി ആയി. അതുകൊണ്ട് ഒത്തിരി സെലക്ഷൻസോ അങ്ങനെ ചോയ്സസോ ഒന്നും ഇല്ലായിരുന്നു. ഒന്നും അങ്ങോട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഫൈനലി ഞാൻ ഈ ഒരു ബോക്സ് മോൾക്ക് വേണ്ടി, അവർക്ക് പിങ്ക് ഇഷ്ടമാണ്, അപ്പോൾ അതെടുത്തു. അതിന് പറ്റിയൊരു ബാഗ് ഞാൻ ചൂസ് ചെയ്തൊരു പിങ്ക് കളർ തന്നെ. മോൾക്ക് പിങ്ക് എടുക്കുമ്പോൾ എപ്പോഴും ബോയ്സ് ബ്ലൂ ആണല്ലോ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവനൊരു ബ്ലൂവും കിട്ടി, ഒരു ലഞ്ച് ബോക്സ് കിട്ടി. അതിന് പറ്റിയ ഒരു ബാഗ് ഞാൻ നോക്കുകയാണ്. അത് അതിനകത്ത് ഒതുങ്ങുമോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കി. എനിവേ ഒരു പിങ്കും കിട്ടി. മോനൊരു ബ്ലൂവും ഒരു ഡാർക്ക് ബ്ലൂ, ഒരു ഡിനോസറിൻ്റെ അവിടെ ഇരിക്കുന്ന ആ ഒരു ബാഗ് ഞാൻ അവർക്ക് ചൂസ് ചെയ്തു. ഇതൊരു 3 ലെയേർഡ് ഒരു നല്ല ലഞ്ച് ബോക്സ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ പോവുകയാണ്. അതിനെല്ലാം പേ ചെയ്തിട്ട് നമ്മൾ വൂൾസ്വർത്തിൽ നിന്നും ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ കെമാർട്ടിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പാർക്കിങ്ങിന് അങ്ങോട്ട് പോവുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വലിയൊരു ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.